നമ്മളെ എല്ലാവരെയും ദേഷ്യത്തിൻ്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന, കൺട്രോൾ കളയുന്ന, ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ. ഒരുപക്ഷെ അത് അവരുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റായിരിക്കാം, നമുക്കുള്ളൊരു ഡിസഗ്രിമെൻ്റ് ആവാം. ഈ ഒരു അവസ്ഥയിൽ അവരൊരു ആർഗ്യുമെൻ്റ് മോഡിലേക്ക് എത്തുകയും നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അവർ അംഗീകരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയും. ആരാണ് ഇവിടെ തെറ്റ് ചെയ്യുന്നത്? ഇവിടെ ശരിക്കും തെറ്റ് ചെയ്യുന്നത് അവരല്ല, നമ്മളാണ്. കാരണം അവരുടെ ഭാഗത്തെ തെറ്റായിക്കോട്ടെ, നമ്മുടെ ഡിസഗ്രിമെൻ്റ് ആയിക്കോട്ടെ, ഒരു പറയാൻ ശ്രമിക്കുമ്പോൾ അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് 100% അവർ പറയുന്ന ഒരവസ്ഥയാണ് അവർ ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇവിടെ ഈ ലോകത്തുള്ള സർവ്വ തെളിവുകളും വസ്തുതകളും നമ്മൾ കൊണ്ട് നിരത്തിയാലും അവരത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അവർ റെസിസ്റ്റൻസ് മോഡിലാണ്. നമ്മുടെ ശരീരത്തിലെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാം, ദേഷ്യം കൂട്ടാം, ഹാർട്ട് മുതൽ സ്കിന്ന് വരെ ഡാമേജ് ചെയ്യാം, ഒരു നിമിഷമെങ്കിലും ആയുസ് കുറയ്ക്കാം എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരോടുമായിക്കോട്ടെ ജീവിതത്തിൽ ആർഗ്യുമെൻറ്റിന് പോകാതിരിക്കാനുള്ള ബുദ്ധി നമുക്കാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ഡിസ്കഷന് പോകാം, ഈവൻ ഡിബേറ്റിനും പോകാം. ഇത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ്. ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിശൂന്യരുടെ അടയാളവും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിയുള്ളവരായി ജീവിക്കാം. താങ്ക് യു.